വയനാട് മുട്ടിൽ WOUP സ്കൂളിലെ 18 വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയെന്ന് പരാതി. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഭക്ഷ്യസുരക്ഷാ വിഭാഗം സ്കൂളിൽ പരിശോധന നടത്തി. LP സ്കൂൾ വിദ്യാർത്ഥികളെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രതീഷ് വാസുദേവനാണ് വിവരങ്ങളുമായി ചേരുന്നത്. രതീഷ്, ഏറെ ഗുരുതരമായിട്ടുള്ള സംഭവമാണ്. ഈ വിദ്യാർത്ഥികളുടെ ആരോഗ്യസ്ഥിതി ഏത് രീതിയിലാണ്? വിവരങ്ങൾ നൽകുക. സ്വാതി, ഇപ്പോൾ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ആശുപത്രി അധികൃതരും സ്കൂൾ അധികൃതരും അറിയിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇവർ സ്കൂളിലെ ഉച്ചഭക്ഷണം കഴിച്ചത്. ഒരു 1000-ലധികം കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ്. ഇവർ വീട്ടിൽ പോയി വരുന്ന കുട്ടികളാണ്. അവിടെ താമസിച്ച് പഠിക്കുന്ന കുട്ടികളുമുണ്ട്. എന്നാൽ ഈ 18ഓളം കുട്ടികൾക്കാണ് ഇത്തരം ദേഹാസ്വാസ്ഥ്യം, ഛർദി, വയറിളക്കം ഉൾപ്പെടെയുള്ളവർ ഇന്നലെ വൈകിട്ടോടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. കൽപ്പറ്റ ജനറൽ ആശുപത്രിയിലാണ് ഇപ്പോൾ ഉള്ളത്. കുട്ടികളുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ആരോഗ്യവകുപ്പ് ഒക്കെ അവിടെ ഈ സ്കൂളിലെ പാചകപ്പുര ഉൾപ്പെടെ പരിശോധിച്ചു. അതിലൊക്കെ ശുചിയായ വൃത്തി ഉള്ള അതേ സാഹചര്യത്തിലാണ്, നല്ല ശുചിയായ രീതിയിലാണ് ഈ പാചകപ്പുരയും ഒക്കെ ഉള്ളതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ വെള്ളം ഉൾപ്പെടെ ഇപ്പോൾ സാമ്പിളിന് കൊണ്ടുപോയിട്ടുണ്ട്. അതിന് പരിശോധന റിപ്പോർട്ട് വന്നിട്ടില്ല. എന്തായാലും പ്രത്യക്ഷത്തിൽ ഏത് തരത്തിലാണ് ഈ കുട്ടികൾക്ക് ഇങ്ങനെ ദേഹാസ്വാസ്ഥ്യം, ബാധിതമായി പെട്ടത് എന്നുള്ളത് സംബന്ധിച്ചുള്ള കൂടുതൽ പരിശോധനയും വേണ്ടതുണ്ട്. നിലവിൽ ആരോഗ്യസ്ഥിതി ഗുരുതരമല്ല, മറ്റ് ആശങ്കകളൊന്നുമില്ല എന്നാണ് ആശുപത്രി അധികൃതരും സ്കൂൾ അധികൃതരും അറിയിക്കുന്നത്. സ്വാതി. ശരി രതീഷ്.